ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ് അല്ലേ? മറൈൻ ഡ്രൈവിലാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. സെക്കൻഡ് സാറ്റർഡേ അല്ലേ, എനിക്ക് അവധിയാണ്. മൊത്തത്തിൽ ഒന്ന് ഇറങ്ങാം. നമ്മുടെ മറ്റേ ഓണക്കിച്ചിന്റെ പരിപാടി കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ബോട്ടിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊരു ചേട്ടൻ പറഞ്ഞു തരും. അപ്പൊ എന്തൊക്കെയാന്ന് കേൾക്കാം. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് നിന്നാണ്. മറൈൻ ഡ്രൈവ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ ബോൾഗാട്ടി പാലസ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺവെൻഷൻ റെയിൽവേ ഗ്രൂപ്പിന്റെ. ഇത് കഴിഞ്ഞിട്ട് വല്ലാർപാട് ഇന്റർനാഷണൽ കണ്ടെയ്നർ, രാമന്തുരത്ത്, ഇത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി ഐലൻഡ്, വൈപ്പിൻ ഐലൻഡ്, ചീനവല മീൻ പിടിക്കുന്ന എത്തിയിട്ട് കടലിന്റെ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചിങ്ങനെ 1 മണിക്കൂർ തിരിച്ചു വരും. പോകുന്ന വഴിക്ക് സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഗൈഡ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ AC DJ ഉണ്ടാവും. നമ്മുടെ പോകുന്ന ഷിപ്പിന്റെ പേര് അങ്ങനെ ചേട്ടന്റെ പേരെങ്ങനെയാ? റജി. ചേട്ടന്റെ പേരെങ്ങനെയാ? ചേട്ടൻ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി, എല്ലാം ചെയ്തു തരും. സെക്കൻഡ് ബോട്ടിൽ ഇപ്പൊ തിരിച്ചു വരുമ്പോ DJ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എങ്ങനെയാ, ഡാൻസ് കളിക്കുവോ? അല്ല, പൊളിക്കുവല്ലേ. എന്തായാലും അതെ അതെ, അത് ഭാഗ്യമുള്ളൊരു ചെറുക്ക്. എങ്ങനെ അപ്പുറത്തെ ബോട്ടിലോട്ട് പോണേ? ഇതാണ് ഗൈസ് നമ്മൾ കേറുന്ന ഷിപ്പ്. പേടിച്ചിട്ട് എല്ലാം ബാഗിനകത്ത് ഇടുക ഗൈസ്. കേട്ടപ്പോന് നിവർന്ന് നിക്കാൻ പറ്റത്തില്ലല്ലേ? താഴെ ചോദിക്കായിരുന്നു. തനിക്കണം കാണിച്ചു തുടങ്ങി ഗൈസ് അവൻ. അയ്യോ, ബോട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. റാങ്ക് വന്ന് ചങ്ക ചക ചക. ഇങ്ങനെ ഒരു യാത്ര, ഇങ്ങനെ ഒരു ബോട്ട് യാത്ര ഇപ്പൊ പ്രതീക്ഷിച്ചായിരുന്നോ? ബോട്ട് യാത്ര ബോട്ട് നമ്മളോളം വരെയെല്ലാം വന്ന് കറങ്ങി തിരിച്ചു പോകുന്നില്ല. എന്തായാലും കേറി പോയേക്കാൻ കേസിന് ഒരു കൂട്ടുകാരിയെ കിട്ടി ഗൈസ്. ഇതാണ് ഗൈസ് വാട്ടർ മെട്രോ. ഉണ്ടോ? കപ്പൽ കണ്ടോ ഗൈസ്? കപ്പൽ എടുക്കുന്നുണ്ട്. ഇത്ര സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ, മാക്സിമം സൂമില്ല. കണ്ടോ? അടിപൊളിയല്ലേ? ഹലോ, കൈ കാണിക്കുന്നു വീടന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ന്യൂ ക്ലാസിക് ക്രൂസ്. സുരക്ഷയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. 2 സൈഡിലുള്ളത് ലൈഫ് ബോയാസ് ആണ്, അതുകൂടാതെ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു പ്ലോട്ട് ഉണ്ട്, അതിന്റെ പേര് ബോയ് അപ്പാരറ്റസ്. ഇതിലെ ഉപകരണങ്ങളുടെ സുരക്ഷ കണ്ട് ബോട്ടിലെ വെസൽ ഷിപ്പിലെ യൂസ് ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യാതൊരു കാരണവശാലും പുറകിൽ താഴെ ആരും നിൽക്കാൻ പാടില്ല. താഴെയിൽ പോയിട്ട് കയ്യോ കാലോ വെള്ളത്തിടത് ഡേഞ്ചറസ് സോൺ ആണ്. പോലീസ് പട്രോളിംഗ് ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ 25,000 rupees ഫൈനാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇറങ്ങിയിരിക്കുന്ന മറൈൻ ഡ്രൈവിൽ നിന്നാണ്. ഈ മറൈൻ ഡ്രൈവ് ഇന്ത്യയിൽ 2 സ്ഥലത്താണുള്ളത്. ഒന്ന് മുംബൈയിലാണ്, മറ്റൊന്ന് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിന് 4 കിലോമീറ്ററിന് ദൂരം നല്ലൊരു പേര് വെച്ചിട്ടുണ്ട് ഈ വാക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം മാർക്ക്, അദ്ദേഹത്തിന്റെ പേരാണ് ഈ വാക്കൊക്കെ വെച്ചിരിക്കുന്നത്. അതാണ് കൊച്ചി ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെയിനാണ്. ക്രെയിന്റെ പേര് ഗ്യാൻട്രി ക്രെയിൻ എന്നാണ്. 600 ടണ്ണാണ് അതിന്റെ കപ്പാസിറ്റി. ഇത്രയും വലിയ ക്രെയിൻ ഇന്ത്യയിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. കാരണം INS വിക്രാന്ത് ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലസ് ആണ്, ഡച്ചുകാർ നിർമ്മിച്ച പാലസ് ആണ്. 1744. ഇപ്പോ KTDC ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 3 സ്റ്റാർ ഹോട്ടലാണ്. ബോൾഗാട്ടി പാലസ് എന്നറിയപ്പെടുന്നു. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു പാലസ് ആണ്. എല്ലാവരും സിനിമയെ കാണുന്ന ആൾക്കാരുണ്ട്.
ഏതെങ്കിലും സിനിമകൾ മെമ്മറിലേക്ക് പറയാം. ദിലീപിന്റെ ഒരു 3-4 പടങ്ങളൊക്കെ കിട്ടിയില്ല. മൈ ബോസ്, ഡോൺ, വെള്ളി നക്ഷത്രം, പൃഥ്വിരാജിന്റെ പടം ഡോൺ, അതുപോലെ പച്ചക്കുതിര, ചെസ്, പിന്നെ രാജാവിന്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, മനോങ്കിൾ, മമ്മൂട്ടിയുടെ നിറക്കൂട്ട്, ഇതെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തു. നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പെരിയാർ നദിയിലൂടെ. ഈ പെരിയാർ നദി ചെന്ന് ചേരുന്നത് അറബിക്കടലിലാണ്. ഇത് കംപ്ലീറ്റ് ബാക്ക് വാട്ടർ ആണ്, സോൾട്ട് വാട്ടർ ആണ്. ഇവിടുത്തെ ആഴം 15 അടി മുതൽ 20 അടി വരെ. പെരിയാർ നദിക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഒരുപാട് കപ്പലുകൾ കാണാൻ സാധിച്ചു. കണ്ടോ, അത് വലിയൊരു കപ്പലാണ് ആ വരുന്നത്. ഇതുപോലെ ഒത്തിരി കപ്പലുകൾ നമുക്ക് അവിടെ കാണാമായിരുന്നു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമായിരുന്നു. കേശുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, അവൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവൻ വലുതാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് പോലും അറിയത്തില്ല. ഏതായാലും യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് അവൻ വലുതാകുമ്പോൾ അവന് കാണിച്ചു കൊടുക്കാം, ഇതൊക്കെ അവൻ കണ്ടിരുന്നു, ഇങ്ങനെയുള്ള യാത്രകൾ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ വലുതാകുമ്പോൾ അവൻ പറയുമായിരിക്കും എനിക്കറിയത്തില്ല, നിങ്ങൾ ചുമ്മാ പറയാമെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടൊരു സമാധാനം. ഇത് എലിനപുരത്തിന്റെ ഹോട്ടൽ, ഗ്രാൻഡ് ഹയാത്ത് 5-സ്റ്റാർ ഹോട്ടൽ. ഇതിലെ ഒരു കൺവെൻഷൻ സെന്റർ, ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. 10,000 പേർക്ക് ഒരേ ടൈമിൽ മീറ്റിംഗ് കൂടാൻ കഴിയുന്ന ഒരു ഹോൾ ഇതിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ. അതുകൊണ്ട് അത് 4 കൊല്ലം ബിൽഡിങ്ങിന്റെ മേളിലാണ്. ബാക്കി 3 ഗ്രൗണ്ട്. ചർച്ച ചെയ്യാൻ 5 हौसल पुराना है പോർച്ചുഗീസ് ലോഗോ ने बनाया है. അവിടെ ആ കാണുന്ന 2 വൈറ്റ് ടവർ, അത് ഇന്റർനാഷണൽ വല്ലാർപാടം ബെസ്ലിംഗ്, വല്ലാർപാടത്തമ്മയുടെ പള്ളിയാണത്. 500 വർഷം പഴക്കമുണ്ടാ പള്ളി. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ്. നിർമ്മിതമായ ഐലൻഡാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സർവോപട്ട് മിസ്റ്റർ എന്ന ബ്രിട്ടീഷുകാരനാണ്. 1300 ഏക്കർ ടോട്ടൽ. അതിന്റെ ഉള്ളിൽ സദേൺ കമാൻഡന്റ് ഓഫീസ്, സീ പോർട്ട്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഐലൻഡ്. ഇന്ത്യയിലെ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ. ഈ നേരെ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് കൊച്ചിൻ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. തൊട്ടരികിലുള്ളത് കേരളത്തിലെ ആദ്യത്തെ 5-സ്റ്റാർ ഹോട്ടൽ രാജ് മലബാർ. ഇത് കണ്ടോ, DP വേൾഡ് കപ്പ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. ഇത് DP വേൾഡിന്റെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലാണ്. DP വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്ട്. ദുബായ് പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. 10 ലക്ഷം കണ്ടെയ്നർ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ കണ്ടെയ്നർ ടെർമിനലുള്ളത്. ഇവിടെ ആ കാണുന്ന ക്രെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് ക്രെയിൻ എന്നറിയപ്പെടുന്നത്. ഇത് ചൈനയുടെ ക്രെയിനാണ്. ഒരാളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 65 ടൺ വരെ ഉയർത്താനുള്ള കപ്പാസിറ്റിയാണ് ആ ക്രെയിനുള്ളത്. ഈ കാണുന്ന ഷിപ്പ് ഇത് നമ്മുടെ ഇന്ത്യൻ ഷിപ്പാണ്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഷിപ്പാണ്. 3500 കണ്ടെയ്നേഴ്സ് ആണുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു വൈറ്റ് ക്യാബിൻ കാണാം, ക്യാബിൻ ബ്രിഡ്ജ് എന്നത് അറിയപ്പെടുന്നത്. ഇതിലാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. GPS റഡാർ സിസ്റ്റത്തിൽ സ്ക്രീനിൽ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടുത്തെ ആഴം 60 അടിയാണ്. 60 അടി ആഴം. ഷിപ്പ് കണ്ടോ, എന്നാ മുഴുത്ത ഷിപ്പാന്ന് നോക്കി കണ്ടോ. മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി. ഇതിൽ 5000 കണ്ടെയ്നേഴ്സ് ആണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് DJ പാർട്ടിയിലേക്ക് പോകാം. DJ എന്ന് വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്ര ആളുകൾ മേളിലുണ്ടായിരുന്നെങ്കിൽ പോലും ആരും DJക്ക് വേണ്ടി താഴേക്ക് വന്നില്ല. അപ്പം ഞങ്ങളും ആദ്യം പോയില്ല, ഞങ്ങൾ മേളിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞിട്ട് നമുക്ക് താഴെ പോയി നോക്കാം എന്നതായി DJ എന്നുള്ളത്. കാരണം താഴെ വന്നപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വന്ന ബോട്ട് പോലെ ആകുമായിരുന്നു കാര്യങ്ങളൊക്കെ. അത്ര അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരാൾക്ക് 200 രൂപ വെച്ചായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്നാ ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അത് അത്രയും വർത്ത്ഫുള്ളായിരുന്നു. അത് ഡ്രൈവിൽ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണം. കാരണം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഇത്ര അടിപൊളി ഒരു കാര്യം വേറെ ഇല്ല അവിടെ. അതുപോലെ കേശുവിന് പാട്ടൊക്കെ കേട്ടപ്പോഴത്തേനും ഭയങ്കര പേടിയായി. പിന്നെ അവൻ ഇഷ്ടമുള്ള കുറുമ്പക്കാവിലമ്മ പാട്ടിട്ട് കൊടുത്ത് കൊച്ചച്ഛനും ചിറ്റയും കേശുവും കൂടെ അവിടെ കിടന്നുകൊണ്ട് കുടം തുള്ളി കഴിഞ്ഞപ്പോൾ പിന്നെ കേശു അങ്ങ് ഹാപ്പിയായി. പിന്നെ അടിപൊളിയായിട്ട് ഞങ്ങളവിടെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ മേളിൽ കണ്ടതിനേക്കാൾ അടിപൊളി കാഴ്ചയായിരുന്നു താഴെ. വെള്ളം ഇങ്ങനെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു നിരപ്പിൽ, ആ ബോട്ടിൻ്റെ ആ ഒരു നിരപ്പിൽ ഇങ്ങനെ പോകുന്നിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് അടുക്കാറായപ്പോഴത്തേക്കിനും പിന്നെ അടിപൊളി പാട്ടൊക്കെ ഇട്ട് ആ ചേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. ചേട്ടൻ ഇരുന്നപ്പോൾ ഡാൻസ് കളിക്കാൻ ഇച്ചിരി ചമ്മലായിരുന്നു.
ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി പാട്ടിട്ട് വന്നിട്ട്. പിന്നെ ആ ഉണ്ടായിരുന്ന ഒരു 10 മിനിറ്റ് ഞങ്ങൾ ശരിക്കും തകർത്തു. പറഞ്ഞ ഒരു പിക്നിക്കിനൊക്കെ പോകുമ്പം നമ്മൾ മലയും കാടും മേടും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം വളരെ മെമ്മറബിൾ ആക്കാനും പറ്റും. അതുപോലെ കുടുംബത്തോടൊപ്പം കുറേ കൂടെ എൻജോയ് ചെയ്യാനായിട്ടും പറ്റും. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. കാഴ്ചകളും കണ്ട് ഡാൻസും ഒക്കെ കളിച്ച് ഒരു മനസ്സിന് ഭയങ്കര ഒരു ഉല്ലാസം തരുന്ന ഒരു സമയമായിരുന്നു അത്. ഞങ്ങൾക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തത്. ഗൈസ്, അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി DJക്ക് കേശു എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ്. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആരോടെന്നറിയാവോ? ഇതുകൊണ്ട് ആ നിൽക്കുന്ന മഹാനായ വ്യക്തിയോടാണ്. ക്രെഡിറ്റ് കാർഡ് തിരിച്ചു വന്നു. ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കായി പോയ കാരണം യാതൊരു യാത്രയും ഇല്ലാതെ പിന്നെ ഞങ്ങള് ബോട്ടിലെ ചേട്ടൻ ഞങ്ങളുടെ കേശുവിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെ ഇട്ട് തന്നു. അതെ, കേശു വളരെ ഹാപ്പി. അടിപൊളിയായിരുന്നു. ഞങ്ങള്